ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ലെവൽ കേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75 എന്ന് പറയുന്ന ലെവൽ കർവ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. അതിൻ്റെ ലെവൽ കർവ് ഇതാണ് അതിൻ്റെ ലെവൽ കർവ്. ഈ എക്സ് വൈ പ്ലെയിനിൽ വരുന്ന ഇതാണ് അതിൻ്റെ ലെവൽ കർവ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്ന സർക്കിൾ ഓഫ് റേഡിയസ് 5 ആയിട്ടുള്ളത്. ഇനി അതിൻ്റെ കോണ്ടൂർ കർവ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 75. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75 എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ കോണ്ടൂർ കർവ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് വൈ പ്ലെയിനിൽ നിന്നും മുകളിലേക്ക്, ഇപ്പം ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75 ആണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 75 എന്ന് എടുക്കുക. ഇവിടുന്ന് സെഡ് ഈക്വൽ ടു 75, അപ്പോൾ ഈ പ്ലെയിൻ ആണ്. സെഡ് ഈക്വൽ ടു 75 എന്ന് പറയുന്ന ഈ പ്ലെയിനിൽ ഉണ്ടാകുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്ന ഈ സർക്കിള്, ഇതാണ് അതിൻ്റെ കോണ്ടൂർ കർവ്. ഇതാണ് the contour curve f of x y equal to 75 is the circle x square plus y square equal to 25 in the plane z equal to 75. അതാണ്. ഒന്നും കൂടെ പറയാം. ഇതെന്താ, ഇത് ലെവൽ കർവ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75 ഈസ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ലെവൽ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75 എന്ന് പറയുന്ന ലെവൽ കർവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്ന ഈ സർക്കിള് എക്സ് വൈ പ്ലെയിനിലുള്ള സർക്കിളാണ്. ഇനി കോണ്ടൂർ കർവ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75 എന്ന് പറയുന്നത് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ഇൻ ദ പ്ലെയിൻ സെഡ് ഈക്വൽ ടു 75. അപ്പം ലെവൽ കർവും കോണ്ടൂർ കർവും തമ്മിലുള്ള വ്യത്യാസം, ലെവൽ കർവ് എക്സ് വൈ പ്ലെയിനിലുണ്ടാകുന്ന സർക്കിളാണ് റേഡിയസ് 5 ആയിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 അല്ലെങ്കിൽ 5 സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളാണ് എക്സ് വൈ പ്ലെയിനുള്ളത്. കോണ്ടൂർ കർവ് എന്ന് പറഞ്ഞാലോ സെഡ് ഈക്വൽ ടു 75. അപ്പോൾ 75 യൂണിറ്റ് ഹൈറ്റിൽ ഈ ഉണ്ടാകുന്ന 75 യൂണിറ്റ് ഹൈറ്റിൽ വരുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്ന സർക്കിൾ ആയിരിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം സെഡ് ഈക്വൽ ടു 75-ലായിരിക്കും കോണ്ടൂർ കർവ് ഉണ്ടാകുന്ന, എക്സ് വൈ പ്ലെയിനിലായിരിക്കും ലെവൽ കർവ് ഉണ്ടാകുക. അപ്പം the level curve f of xy equal to 100 minus x square minus y square equal to 75 is the circle x square plus y square equal to 25 in the xy plane എന്ന് പറഞ്ഞാൽ ഇതാണ് xy പ്ലെയിനിൽ ഉണ്ടാകുന്ന സർക്കിള് 5 റേഡിയസിൽ. ഇനി the contour curve f of xy equal to 100 minus x square minus y square equal to 75 is circle x square plus y square equal to 25 in the plane z equal to 75 വരുന്ന ഈ സർക്കിളാണ്. ഇത് കോണ്ടൂർ കർവും ഇത് ലെവൽ കർവും. ഓക്കെ, ദെൻ ഇനി നമ്മൾ definition. The set of point xyz in the space where the function of three independent variable has a constant value f of xyz equal to c is called level surface of f. ലെവൽ സർഫസ് ആണ് നമ്മൾ പറയുന്നത്. ലെവൽ സർഫസ് ആണ്. ലെവൽ സർഫസ് ഇസ് കോൾഡ് ലെവൽ സർഫസ് ഓഫ് എഫ്. അത് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. Example, describe the level surface of the function f of xyz equal to root of x square plus y square equal plus z square. The
value of f is distance from the origin to the point. Each level surfaces x square plus root of x square plus y square equal to c is a sphere of radius c centered at the origin. അതാണ് the level surface root of x square plus y square plus z square equal to 0 is consist of the origin alone. അപ്പം ഇതാണ് x square plus y square equal to c. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഇതാണ് സർഫസ് ആണ്, ഒരു സ്പിയർ ആണ്, ഒരു സ്പിയർ ഓഫ് റേഡിയസ് 1 ആണത്. ഇതൊരു സ്പിയർ ഓഫ് റേഡിയസ് 2, ഇത് സ്പിയർ ഓഫ് റേഡിയസ് 3. ഇനി ഈക്വൽ ടു 0 ആണെങ്കിലോ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഒറിജിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ലെവൽ സർഫസ് ഓഫ് root of x square plus y square plus z square are concentric spheres എന്നാണ് പറയുന്നത്, സ്പിയർ ആണ്. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. Then definition: a point x0 y0 z0 is in a region R is a space is an interior point of R if it is centered of a solid ball that lies entirely in R. അപ്പോൾ ഒരു ആർ എന്ന് പറയുന്ന റീജിയൻ, സ്പേസിൽ ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ, അതിൻ്റെ അകത്തുള്ളൊരു പോയിന്റാണ് x0 y0 z0. ഒരു പോയിന്റാണ് x0 y0 z0. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ് സെന്ററായി ഒരു സോളിഡ് ബോള് ഇതാണ് ആറ്, ഈ ആറിൻ്റെ അകത്തുണ്ടാകണം. ഒരു സോളിഡ് ബോള് ഈ പോയിന്റ് പി ആണെങ്കിൽ പി സെന്ററായി ഒരു ബോള് ഈ ആറെന്ന് പറയുന്ന റീജിയൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ പോയിന്റിനെ, ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ ഇന്റീരിയർ പോയിന്റ് എന്ന് പറയും. ഇനി ബൗണ്ടറി പോയിന്റ് ആണെങ്കിലോ, ഇതാണ് ഇവിടെയാണ് വരിക. ബൗണ്ടറി പോയിന്റ് ആണെങ്കിൽ ഇത് സെന്ററായിട്ട് ഒരു ബോൾ എടുത്താൽ അതിൽ 6 പോയിന്റും വേണം, 6 പുറത്തുള്ള പോയിന്റും ഉണ്ടെങ്കിൽ ഈ പോയിന്റ് ഒരു ബൗണ്ടറി പോയിന്റ് എന്ന് പറയും. ബൗണ്ടറി പോയിന്റ് ഓഫ് ആർ എന്ന് പറയും. ഇനി ഇന്റീരിയർ എല്ലാം കൂടിയതാണ് ഇന്റീരിയർ പോയിന്റ്സ്. എല്ലാം കൂടിയതാണ് ഇന്റീരിയർ. ബൗണ്ടറി പോയിന്റ്സ് എല്ലാം കൂടെ കൂടിയതാണ് ബൗണ്ടറി. A region is open if it consists only entirely of interior point. ഒരു റീജിയൻ ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ അത് എല്ലാം ഇന്റീരിയർ പോയിന്റ് എല്ലാം കൂടെ കൂടിയതാണ് ഒരു റീജിയൻ ഓപ്പൺ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്തുള്ള റീജിയൻ്റെ അകത്തുള്ള പോയിന്റുകളെല്ലാം ഇന്റീരിയർ പോയിന്റ് ആണെങ്കിൽ ആ റീജിയനെ നമ്മൾ ഓപ്പൺ എന്ന് പറയും. A region is closed if it contains its entire boundary. എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ പോയിന്റും ബൗണ്ടറിയും കൂടെ കൂടിയതാണെങ്കിൽ, ബൗണ്ടറിയും ഇതിനകത്തുണ്ടെങ്കിൽ അതിനെ ക്ലോസ്ഡ് എന്ന് പറയും. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ പോയിന്റും ഉണ്ടാവും, അതിൻ്റെ കൂടുതൽ ബൗണ്ടറി പോയിന്റും ഉണ്ടാവും. A region is bounded if it lies inside a solid ball of finite radius. ഒരു റീജിയൻ ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ ആ റീജിയൻ ഒരു സോളിഡ് ബോൾ, ഫൈനൈറ്റ് റേഡിയസ് ആയിട്ടുള്ള ഒരു സോളിഡ് ബോളിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു റീജിയൻ വരികയാണെങ്കിൽ ആ റീജിയൻ ബൗണ്ടഡ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അൺബൗണ്ടഡ് ആണെന്ന് പറയും. ഒന്നും കൂടെ പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എ റീജിയൻ ഈസ് ബൗണ്ടഡ് if it lies inside a solid ball of finite radius. ഒരു റീജിയൻ 6 ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ ആ റീജിയൻ ഒരു സോളിഡ് ബോൾ ഓഫ് ഫൈനൈറ്റ് റേഡിയസിൻ്റെ അകത്തായിരിക്കണം, അല്ലെങ്കിൽ ഈ 6 അൺബൗണ്ടഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എല്ലാം വരുന്നത് അൺബൗണ്ടഡ് റീജിയനിലാണ്, ഫൈനൈറ്റ് വരുന്നതാണ്
ബൗണ്ടഡ് റീജിയൻ്റെ അകത്തുള്ളതെല്ലാം ഫൈനൈറ്റ് ആയിരിക്കും. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഫൈൻഡ് ദ സ്പെസിഫിക് ഫങ്ഷണൽ വാല്യൂസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ക്യൂബ്. ആദ്യം എഫ് ഓഫ് സീറോ കാണണം. എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് 0 കൊടുക്കുക, വൈക്കും 0 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 0 എന്തായിരിക്കും? 0. ഇനി എഫ് ഓഫ് -1 1 ആണ്. എക്സിന് -1 കൊടുക്കുക. എക്സിന് -1 കൊടുക്കുക. അപ്പോൾ -1 സ്ക്വയർ പ്ലസ് -1 ഇൻറ്റു -1 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. അങ്ങനെ 0 കിട്ടി. ദെൻ അടുത്തത് എഫ് ഓഫ് 2 3. അപ്പം 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ക്യൂബ്. അപ്പോൾ 4 പ്ലസ് 2 ഇൻറ്റു 27. അപ്പം 58. ഇതാണ് 58. ദെൻ അടുത്തത് നിങ്ങൾ കൊടുത്തു നോക്കുക. എഫ് ഓഫ് 2 3. എഫ് ഓഫ് 2 3 എത്രയാ? 2 3 നമുക്ക് കിട്ടി. എഫ് ഓഫ് -3 -2 33. ദെൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സൈൻ എക്സ് വൈ. ആദ്യം കാണാനുള്ളത് എഫ് ഓഫ് 2. എഫ് ഓഫ് 2 പൈ ബൈ 6. അപ്പോൾ സൈൻ ഇൻറ്റു 2 ഇൻറ്റു പൈ ബൈ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 3. സൈൻ പൈ ബൈ 3 എത്രയായിരിക്കും? സൈൻ പൈ ബൈ 3 ഇതാണ്ട √3/2. √3/2 ആണ്. സൈൻ 2 പൈ ബൈ 3. സൈൻ 2 പൈ ബൈ 3 √3/2. ദെൻ അടുത്തത് -3/2 ആണ്. അപ്പോൾ സൈൻ എക്സ് വൈ -3 ഇൻറ്റു പൈ ബൈ 12. അപ്പോൾ സൈൻ -π/4 എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു -sin π/4. sin π/4 എത്രയാ? 1/√2. അപ്പം മൈനസ് കിട്ടി. -sin π/4 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/√2. ദെൻ അടുത്തത് ഇതാണ് എഫ് ഓഫ് പൈ 1/4. അപ്പോൾ എത്രയാ? സൈൻ എക്സ് പൈ ആണ് ഇൻറ്റു വൈ പൈ ബൈ 1/4 ആണ്. അപ്പം സൈൻ π/4 ദാറ്റ് ഈസ് 1/√2. അങ്ങനെ അടുത്തത് നമുക്കിത് കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത വാല്യൂസ് എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഇക്വൽ ടു എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. നമുക്ക് കാണേണ്ടത് ഇതാണ്. എഫ് ഓഫ് 3 -1 2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് 3 ആണ്. 3 -1 ഡിവൈഡ് ബൈ വൈ സ്ക്വയർ. വൈ സ്ക്വയർ എന്ന് വെച്ചാൽ -1 സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ 2 സ്ക്വയർ. അപ്പം 4 ഇതാണ് 4/5 ഇത് കിട്ടും. അടുത്തത് നമുക്ക് ഇതാണ് അത് കിട്ടുമ്പോൾ ഇത് കിട്ടും 8/5. അടുത്തത് ഇതാണ്, അത് 3 എന്ന് കിട്ടി. അടുത്തത് ഇതാണ്, അത് 0 എന്ന് കിട്ടി. നിങ്ങളെല്ലാം ചെയ്തു നോക്കുക. നെക്സ്റ്റ്, ഫൈൻഡ് ആൻഡ് സ്കെച്ച് ദ ഡൊമൈൻ ഓഫ് ഫോർ ഈച്ച് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു √y മൈനസ് എക്സ് മൈനസ് 2. അപ്പോൾ ഇതിനെന്തായിരിക്കണം? ഇത് ഡൊമൈൻ എന്ന് പറയുന്നത് ഇതിന് പോസിറ്റീവ് വാല്യൂ ഉണ്ടാവുള്ളൂ റൂട്ടിനുള്ളിലുള്ളത്.
അപ്പം y മൈനസ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആയിരിക്കണം. അപ്പം ആദ്യം നമ്മൾ y ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ലൈൻ എടുക്കുക. അതാണിത്. y ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ലൈൻ എടുത്തു. ഈ ലൈൻ എടുത്തു. അതിന് മുകളിൽ വരുന്ന വൈകളില്ല. ഇതാ y ഗ്രേറ്റർ ദാൻ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ളത് ഇതാണ്. ഈ റീജിയൻ ഇതാണ് അതിൻ്റെ ഡൊമൈൻ. ഓക്കെ, അടുത്തത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ലോഗ് പോസിറ്റീവ് ക്വാണ്ടിറ്റിക്ക് ലോഗുള്ളൂ. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കണം, 0. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുന്ന സർക്കിൾ എടുക്കുക. ഇതാ ഈ സർക്കിള്. ഈ സർക്കിളിൻ്റെ പുറത്തുള്ള ഇതിലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 2 സ്ക്വയറിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറത്ത്, അപ്പോൾ ഇതാ ഈ റീജിയനാണത്, ഈ റീജിയൻ. ഓക്കെ, അടുത്തത് ഇതാണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് 1 പ്ലസ് ഇൻറ്റു വൈ പ്ലസ് 2 ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് ക്യൂബ്. വൈ മൈനസ് എക്സ് 0 ആകാൻ പാടില്ല. വൈ മൈനസ് എക്സ് 0 ആകാൻ പാടില്ല, ഒന്നാമത്തെ കണ്ട്. അപ്പം വൈ ഈക്വൽ ടു, അപ്പം 0 ആകാൻ പാടില്ല. അപ്പോൾ വൈ നോട്ട് ഈക്വൽ ടു എക്സ് ആയിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. അതാണ് വൈ നോട്ട് ഈക്വൽ ടു എക്സ്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അപ്പം ഈ ലൈനിൽ ഉള്ള പോയിന്റുകളൊന്നും ആകാൻ പാടില്ല. ഇതാണ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ. ഈ ലൈനിലുള്ള പോയിന്റ് ഒന്നും ആകാൻ പാടില്ല. അപ്പോൾ അതിന് പുറത്ത് പിന്നെന്താ വൈ മൈനസ് എക്സ് ക്യൂബ് അത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വൈ നോട്ട് ഈക്വൽ ടു എക്സ് ക്യൂബ് ആയിരിക്കണം. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ലൈൻ ഏതാ? ഇതാണ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ലൈൻ. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ലൈനാണ്. അത് കർവ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന കർവ്. അപ്പോൾ ഈ കർവിലും ഉണ്ടാകാൻ പാടില്ല. അപ്പം 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? വൈ നോട്ട് ഈക്വൽ ടു എക്സ്. അപ്പോൾ വൈ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എക്സ് ആയിരിക്കണം. അപ്പോൾ വൈ ഈക്വൽ ടു എക്സിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇതോ വൈ മൈനസ് എക്സ് ക്യൂബ് നോട്ട് ഈക്വൽ 0. അപ്പോൾ വൈ നോട്ട് ഈക്വൽ ടു എക്സ് ക്യൂബ് ആയിരിക്കണം. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഈ കർവിലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ലൈനിലും ഈ കർവിലും ഉണ്ടാകാത്ത പോയിന്റാണ് ഇതിൻ്റെ ഡൊമൈൻ. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സൈൻ എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 25. അപ്പോൾ ഇത് 0 ആകാൻ പാടില്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 25 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആകാൻ പാടില്ല. അപ്പം ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറയുന്നത് സർക്കിൾ ഇതാണ്. ഈ സർക്കിളിൽ ഉണ്ടാകാൻ പാടില്ല ഈ ഡൊമൈൻ. ഈ സർക്കിളിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഡൊമൈൻ ഫൈൻഡ് ആൻഡ് സ്കെച്ച് ദ ഡൊമൈൻ ഫോർ ഈച്ച് ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമൈൻ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 2ൻ്റെ മുകളിലുള്ള ഈ റീജിയനാണ്. ഈ റീജിയൻ, ആ അൺബൗണ്ടഡ് റീജിയൻ. ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ന് പുറത്തുള്ള ഔട്ട്സൈഡ് സർക്കിൾ, ഇതിന് പുറത്തുള്ള ഈ അൺബൗണ്ടഡ് റീജിയനാണ്. അടുത്തത് ഇതിൻ്റെ ഡൊമൈൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ദിസ്. ഇതിനകത്ത് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന വൈ മൈനസ് എക്സ് 0 ആകാൻ പാടില്ല. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ആകാൻ പാടില്ല. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ലൈനിലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ വൈ മൈനസ് എക്സ് ക്യൂബ് 0 ആകാൻ പാടില്ല. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന കർവിലും ഉണ്ടാകാൻ പാടില്ല. അപ്പം ഈ വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഈ കർവിലും ഉണ്ടാകാൻ പാടില്ല. അപ്പം വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഈ കർവിലും വൈ ഈക്വൽ ടു
എക്സ് എന്ന് പറയുന്ന ഈ ലൈനിലും ഉണ്ടാകാത്ത മറ്റ് പോയിന്റ് അൺബൗണ്ടഡ് റീജിയൻ അല്ല. ഇനി ഇത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ദിസ്, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഇത് 25 ആകാൻ പാടില്ല. ഇത് 25 ആകാൻ പാടില്ല. നോട്ട് ഈക്വൽ ടു 25 ആയിരിക്കണം. അപ്പം 25 ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 25 നോട്ട് ഈക്വൽ ടു 0 ആകാൻ പാടില്ല. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 25 ആയിരിക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്ന ഈ സർക്കിളിൽ ഉണ്ടാകാത്ത, ഈ സർക്കിളിലില്ലാത്ത ബാക്കിയുള്ള പോയിന്റുകളെല്ലാം ഇത് പുറത്തും ഉണ്ടാവും, ഇവിടെയൊക്കെയുള്ള പോയിന്റുകൾ ഉണ്ടാവും, ഇതിൻ്റെ അകത്തും പുറത്തും. ഈ സർക്കിളിന് പുറത്തുള്ള പോയിന്റുകൾ നോട്ട് ലൈയിങ് ഓൺ ദ ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ആ ഗ്രാഫിൻ്റെ അകത്ത്, ആ സർക്കിളിൻ്റെ അകത്ത് ഇല്ലാത്ത പോയിന്റുകളില്ല. ഓക്കെ, നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.